ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോണേ. കുറേ സുഹൃത്തുക്കൾ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. തംബ്നെയിൽ ഇഷ്ടപ്പെട്ടവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു വർക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുക, ഇതിന്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായി കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ചെറിയ പീസുകളായി മുറിച്ചിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും കവർ ആവണ വിധത്തിൽ 2 ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചേക്കണത്. ഇതിനി നല്ല പോലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ബോട്ടിലിനൊരു സ്പെഷ്യൽ ടെക്സ്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് ഉണക്കിയെടുക്കുന്നത്. അടുത്തതായി ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസ് കളക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വലിയ പീസുകൾ അതുപോലെ അതിനേക്കാളും കുറച്ച് ചെറിയ തരത്തിലുള്ള പീസുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഓരോ പീസുകളും ബോട്ടിലിന്റെ ഈ ഒരു പോർഷനിലായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു വലിയ പീസുകളാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലാത്തവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യുമ്പോൾ അതിനൊരു മാറ്റ് സർഫസും അതുപോലെ ഒരു ഗ്ലോസി ആയിട്ടുള്ള സർഫസും ഉണ്ടാവും. അപ്പോൾ ആ ഗ്ലോസി ആയിട്ടുള്ള ഭാഗം പറിച്ച് കളഞ്ഞാൽ നമുക്ക് അവിടെ സാധാ നമ്മുടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. മുകളിലേക്ക് പോകുന്തോറും ചെറിയ കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ കട്ട് ചെയ്തതും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറാണ്. അത് ഈ രീതിയിൽ കൈകൊണ്ട് തന്നെ ജസ്റ്റ് പിരിച്ചിട്ട് ഈ ഒരു പോർഷന്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മീതയും കൂടിയും കുറച്ച് കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുമ്പോൾ ആ ഓടിന്റെ പോർഷൻ ഒന്ന് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ഹൈഡ് ആവണ വിധത്തിൽ മീതയ്ക്കായിട്ട് ഈ കാർഡ്ബോർഡ് പീസുകൾ അറേഞ്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമാണ്. അത് നമ്മളൊരു കോൺ രൂപത്തിൽ ഇതുപോലെ മടക്കിയിട്ട് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു കോൺ നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു മേൽക്കൂരയുടെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ ബോട്ടിൽ ഹൗസിന്റെ വിൻഡോ അതുപോലെ ഡോറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുല്ലവള്ളിയാണ്, ഉണങ്ങിയിട്ടുള്ള മുല്ലവള്ളിയാണ് എടുക്കുന്നത്. അത് നല്ല രീതിക്ക് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ ആർച്ച് ഷേപ്പിലും അല്ലാത്ത രീതിയിലും നമുക്ക് വാതിലുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി മുട്ടുസൂചി അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് തന്നെ യൂസ് ചെയ്യുക. സെല്ലോ ടേപ്പ് ആകുമ്പോൾ ആ തണ്ടിന്റെ മുകളിൽ ക്യാച്ച് ആവില്ല. അപ്പോൾ സെല്ലോ ടേപ്പിന് പകരം മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വിൻഡോയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം മുട്ടുസൂചി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊന്നും കൊള്ളാണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് എല്ലാ പോർഷനും ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഓരോന്നായിട്ട് നമ്മുടെ ബോട്ടിലിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് എല്ലാ പോർഷനും കവർ ആവുന്ന വിധത്തിൽ ഒരു കോട്ടും കൂടിയും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഹൗസിന്റെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ ഏതെങ്കിലും ഒരു കളറ് ഫസ്റ്റ് കോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കുറേ കളർ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കളറുകൾ കൊടുത്തതിന് അത്ര ഉതിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ ഏതെങ്കിലും ഒരു കളർ ഫസ്റ്റ് കോട്ടായി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ കളറാണോ ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് കൊടുക്കാൻ തോന്നണേ അതുപോലെ ബോട്ടിലിന് കൊടുക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഞാനിവിടെ മേൽക്കൂരയ്ക്ക് റെഡ് കളറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ അക്രലിക് അല്ലെങ്കിൽ ഫാബ്രിക് കളർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വെള്ളം കൂടി പോവാണ്ട് നോക്കണം. അങ്ങനെ മേൽക്കൂരയുടെ കളറ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടിയും കളർ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലുള്ള കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഹൗസിന്റെ എല്ലാ പോർഷനിലും നമ്മൾ കളർ എത്തിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ഫില്ല് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഡോറിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതങ്ങ് റിമൂവ് ചെയ്തു. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത് വന്നപ്പോൾ ഈ 2 പീസ് നമ്മൾ ഡോറായിട്ട് സെറ്റ് ചെയ്ത ഈ 2 പീസ് അതിനത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ചെറിയ മോഡല് കുറച്ചും കൂടി ചെറുതായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചേക്കണത്. ഈ 2 പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യാണ്.
അടുത്തതായി ബോട്ടിലെ ഓരോ പോർഷനിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ വിൻഡോയുടെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ബോട്ടിലിൻ്റെ ഏതൊക്കെ പോർഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഡോറിൻ്റെ പോർഷനാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലും കൂടി നമ്മൾ ആ മുല്ലേര വള്ളി കട്ട് ചെയ്തിട്ട് വളച്ചൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ കളറിങ് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. വിൻഡോയുടെ വുഡിൻ്റെ ആ പോർഷനിലൊക്കെ നമ്മൾ ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല ടെക്സ്ചറുകൾ ഫോം ചെയ്യണ വിധത്തിൽ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ കാർഡ്ബോർഡ് പീസുകൾ അറേഞ്ച് ചെയ്ത ആ ഒരു പോർഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടെ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കുറച്ച് ബ്ലാക്ക് കളറും കൂടി അപ്ലൈ ചെയ്യും. അങ്ങനെ ആ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർച്ച് ഷേപ്പിലുള്ള ഡോറ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആർച്ച് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു ആർച്ച് ഷേപ്പിൽ തന്നെ ഒടിയാണ്ട് അത് ഉണങ്ങി കിട്ടും. അതിനുശേഷം കളർ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ബോട്ടിലിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഹൗസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലിൻ്റെ ആ ഒരു മേൽക്കൂരയ്ക്ക് നമ്മൾ റെഡ് കൊടുത്തു, അതിനുശേഷം കുറച്ച് യെല്ലോ കൊടുത്തു, അവസാനം കുറച്ച് ബ്ലാക്ക് നിറങ്ങൾ ടച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ ഗ്രീനിലേക്ക് വരികയാണെങ്കിൽ യെല്ലോ, അതുപോലെ ഡാർക്ക് ഗ്രീൻ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ചെറിയ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ പോർഷനിൽ നമ്മൾ യെല്ലോ കളറും ഓറഞ്ച് കളറും ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുത്താലാണ് ആ ഒരു പോർഷൻ നല്ല രീതിക്ക് എടുത്ത് കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും സൂപ്പറായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇത് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലൊരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ. പിന്നെ ഇതുപോലത്തെ ചെറിയ സ്റ്റോണുകളും അതുപോലെ ചെറിയ മരത്തിൻ്റെ കമ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ബോട്ടിൽ ഹൗസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം.